മറ്റു വാർത്തകളിലേക്ക് പോകാം. സാങ്കേതിക സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനങ്ങൾ സിൻഡിക്കേറ്റ് അംഗം ദുരുപയോഗം ചെയ്യുന്നതായി രേഖകൾ. പരാതി സിൻഡിക്കേറ്റ് അംഗവും CPM മുൻ MP-യുമായ PK ബിജുവിനും ഭാര്യയ്ക്കുമെതിരെയാണ്. AKG സെൻറ്ററിലും CITU ഓഫീസിലും പോകുന്നതിന് വാഹനം ദുരുപയോഗം ചെയ്യുന്നതായ CAG-യുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് വീണ്ടും ഗുരുതര വീഴ്ച. ഈ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, ഈ പുതിയ വാർത്ത, അതായത് വാഹനം ദുരുപയോഗം ചെയ്യൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണരാജ, കഴിഞ്ഞ ദിവസമാണ് CAG-യുടെ റിപ്പോർട്ട് വരുന്നത്. ഈ സാങ്കേതിക സർവകലാശാലയിൽ നടന്നിട്ടുള്ള ചില ക്രമക്കേടുകൾ, ക്രമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു എന്ന് CAG കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ CAG റിപ്പോർട്ടിൽ തന്നെയാണ് ഈ സാങ്കേതിക സർവകലാശാലയിലെ ചില വാഹനങ്ങൾ, ഔദ്യോഗിക വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തതായിട്ടുള്ള കണ്ടെത്തലുകളും ഉണ്ടായത്. അതിന്റെ ഒരു കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. MP-യും ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗവുമായ PK ബിജുവിന്റെ ഭാര്യ, PK ബിജുവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ വിജയനും ആണ് ഇത്തരത്തിൽ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ വരുന്നത്. അതിൽ ഔദ്യോഗിക വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ള ചില വ്യക്തികളുണ്ട്, അവർ ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇരുവരും ആ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തലുകളും രേഖകളുമായി പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഒരു വ്യക്തി, അത് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ആ വാഹനം ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ലോങ് ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, സർവകലാശാലയുടെ ബയോകെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമനം ലഭിച്ച വിജയനാണ് ഇത്തരത്തിൽ കേരള സർവകലാശാലയുടെ അടക്കം ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തിട്ടുള്ളത്. AKG സെന്ററിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള കാര്യവട്ടം ക്യാമ്പസിലേക്ക് അടക്കം ഈ വാഹനങ്ങൾ കൊണ്ടുപോയത് നിയമങ്ങൾ കാറ്റിൽ പറത്തിയിട്ടാണ് എന്നുള്ളതാണ് കണ്ടെത്തലുള്ളത്. പ്രത്യേകിച്ച് 8 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്ററിനുള്ളിൽ പോകണം വാഹനം എന്നുള്ളതൊക്കെയാണ് ചട്ടം. അതടക്കമുള്ള കാര്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇഷ്ടത്തിന് വാഹനം ഉപയോഗിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സർവകലാശാലയിൽ വിവർത്തനാത്മക ഗവേഷണം ലക്ഷ്യമാക്കി ഒരു ട്രിക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. ആ സെന്ററിന്റെ അടക്കം ചുമതല വിജയന് നൽകിയതിൽ വലിയ രീതിയിലുള്ള വിമുഖത അവിടുത്തെ സീനിയർ അധ്യാപകർ നടത്തിയിട്ടുണ്ട്. കാരണം സീനിയോറിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇതിന്റെ മേധാവിത്വം നൽകിയതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഈ വാഹനം അടക്കം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സീനിയർ പ്രൊഫസർമാർക്കടക്കം വാഹനങ്ങൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ എത്തിയ ഒരു ജൂനിയർ പ്രൊഫസർക്ക് ഇത്തരത്തിൽ വാഹനങ്ങൾ വിട്ടു നൽകുന്നതും ആ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി രജിസ്ട്രാർ തന്നെ നൽകുന്നതുമായിട്ടുള്ള രേഖകൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗവേഷണ ഡേറ്റ തട്ടിപ്പുമായിട്ടൊക്കെ വലിയ രീതിയിൽ ആരോപണ വിധേയായി നിന്നൊരു വ്യക്തിയാണ് വിജയൻ. അത് ജനം TV അടക്കം വാർത്ത അന്ന് നൽകിയതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇവർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നതും ആ യൂണിവേഴ്സിറ്റിയിലെ ഔദ്യോഗിക വാഹനങ്ങൾ, പ്രത്യേകിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ CAG അടക്കം ഈ സാമ്പത്തിക പ്രതിസന്ധി കണ്ടെത്തിയ സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്ക്, AKG സെന്ററിലേക്കും ഒപ്പം തന്നെ CITUവിന്റെ ഓഫീസിലേക്ക് അടക്കം പോകാൻ സിൻഡിക്കേറ്റ് അംഗമായ PK ബിജു വാഹനം ദുരുപയോഗം ചെയ്തതുപോലെ തന്നെ ഭാര്യയും അത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, ഈ സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനമാണ് VC-യുടെ അറിവോ സമ്മതമോ ഉത്തരവോ ഒന്നുമില്ലാതെ വിജയൻ അടക്കം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർവകലാശാലയിൽ ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നതിന് അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു ഉത്തരവ് രജിസ്ട്രാർ ഇത് അനുകൂലിയാണ്. അദ്ദേഹത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ രേഖകളടക്കം ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഇഷ്ടക്കാർക്ക് ഇഷ്ടപ്പെട്ട നീതി എന്നുള്ളതാണ് സാങ്കേതിക സർവകലാശാലയിലും സമാനമായി കേരള സർവകലാശാലയും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം തന്നെ ഈ PK ബിജുവിന്റെ ഭാര്യയ്ക്ക് രാഷ്ട്രീയ പ്രീതിക്കായി വാഹനം അനുവദിച്ച രജിസ്ട്രാറുടെ ഉത്തരവടക്കം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്
ചാൻസലർ കൂടിയായ ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി കൂടി നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക നഷ്ടമടക്കം തിരികെ പിടിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഗവർണർ കൂടി സ്വീകരിക്കുന്ന നടപടി ഇക്കാര്യത്തിൽ നിർണായകമാണ്. എന്തായാലും CAG-യുടെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ, സാമ്പത്തിക ക്രമക്കേട്, ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി, അതിനിടയിൽ ഈ വാഹന ദുരുപയോഗം അടക്കം പുറത്തേക്ക് വരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഗുരുതരമായി അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി വാഹനം ദുരുപയോഗം ചെയ്തിട്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. കൃഷ്ണരാജ്, ഏതായാലും CPM നേതാവ് മുൻ MP PK ബിജുവും ഭാര്യയും വാഹനം നന്നായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിന് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഞങ്ങൾ നേതാക്കൾ എന്ന മട്ടിൽ AK സെന്ററിലേക്ക് അടക്കം പോകാനായി വാഹനം ദുരുപയോഗം ചെയ്യുന്നെന്ന വാർത്തയാണ് ശാലിനി നൽകുന്നത്.